എന്താ ഇത്? ബോംബ് പൊട്ടുന്നില്ലല്ലോ. ഇനി അവൻ ഫേക്ക് ബോംബ് തന്നതാണോ? റിമോട്ട് വാങ്ങി തരൂ. ഞങ്ങൾ തരില്ല. എടി നിക്കടി അവിടെ നിക്ക്. എടി അനു അവിടെ നിക്ക്. ഒരിടത്തും അടങ്ങിയിരിക്കില്ല. രാജാ രാജാ. ആ, ഇത് ടിവിയുടെ റിമോട്ടാണല്ലോ. അപ്പൊ ബോംബിന്റെ റിമോട്ട് എവിടെ? പൂജ ഭംഗിയായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഈ പൂജയുടെ പ്രതിഫലം ലഭിക്കും. പൂജാരി, ഈ പൂജ കൊണ്ട് ഞങ്ങളുടെ അനിയന് നടക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. അതെ പൂജാരി, അഖിൽ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണം. അതാ ഞങ്ങളുടെ ആഗ്രഹം. എനിക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. ഏട്ടനും എടുത്തി നന്നായിരിക്കണം. അഭിയും ബസവും നന്നായിരുന്ന അത് നമുക്ക് എല്ലാവർക്കും നന്മ വരുത്തും. അവരുടെ നന്മയെ ഞങ്ങളുടെയും നന്മ. ഈ ലോകത്തിന് പാർവതിയും പരമേശ്വരനും എങ്ങനെയാണോ, ഈ കുടുംബത്തിന് അഭയും വസുവും അതുപോലെയാ. എക്സ്ക്യൂസ് മീ, ആരാ നിങ്ങള്? ഞാൻ കുറച്ചു നേരമായിട്ട് വാച്ച് ചെയ്യുക. ഇയാളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? നിങ്ങളെന്താ അന്വേഷിക്കുന്നത്? ഹലോ, ഞാൻ നിങ്ങളോടാ ചോദിച്ചത്. അതൊന്നുമില്ല ബി. നേരത്തെ വിശക്കുന്നെന്നും പറഞ്ഞ് വീട്ടിന് മുന്നിൽ വന്നായിരുന്നു. നമ്മുടെ വീട്ടിൽ പൂജ നടക്കല്ലേ, അകത്ത് വന്നാ ഭക്ഷണം കഴിക്കാന്ന് ഞാനാ പറഞ്ഞത്. വിശക്കുന്നെന്ന് പറയാനായിട്ട് അല്പം നാണിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. തന്റെ വയറെന്താണോ ഇങ്ങനെ വേർതിരിക്കുന്നത്? അതിനകത്ത് എന്താ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ? അത് ഗ്യാസ് ട്രബിളാ. ഭക്ഷണം അവിടെയാ വെച്ചിരിക്കുന്നത്. ചെല്ല്. ഞാനറിയാതെ എന്റെ രാജയുടെ വയറെപ്പോഴാ വലുതായത്? ഞാൻ ദിവസം കൊടുക്കുന്ന ഭക്ഷണം കൊണ്ടായിരിക്കും. കല്യാണത്തിന് ശേഷം ഡയറ്റ് ചെയ്യാൻ പറയണം. വസു ഭവനെ, സുമംഗലികൾക്ക് പ്രസാദം കൊടുക്ക്. രാജാ, ഇതെന്താ ഇത്? വേറെ ടി വി റിമോട്ടോ? വീട്ടിൽ എത്ര റിമോട്ട് ഉണ്ട്? ഇത് ഏത് ടിവിയുടെ റിമോട്ടാ? ഓൺ ചെയ്താ അറിയാം. ഏത് ടി വി ഓൺ ആവുന്നോ ഇത് ആ ടിവിയുടെ റിമോട്ടാ. അമർത്തല്ലേ, അമർത്തല്ലേ. എന്താ രാജാ, എന്തു പറ്റി? അവിടെ പോയേ അമർത്താവൂ. അവിടെ ടി വി ഇല്ലല്ലോ. അവിടെയല്ലേ എല്ലാരും ഉള്ളത്.
എല്ലാരും ഉണ്ട്, പക്ഷെ ടി വി ഇല്ലാതെ റിമോട്ട് മാത്രം കിട്ടിയിട്ട് എന്താ പ്രയോജനം? ആദ്യം ആ റിമോട്ട് ഇങ്ങോട്ട് തന്നെ. ആ എന്തിനാ രാജ ഇപ്പൊ റിമോട്ട്? തരാനല്ലേ പറഞ്ഞത്? പെട്ടെന്ന് തരുന്നേ. പൂജ കഴിഞ്ഞു രാജ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ടി വി കാണലല്ല, നമ്മുടെ കല്യാണം നടത്തേണ്ടത്. വന്നേ, നമ്മുടെ കാര്യം അഭിയോട് ചെന്ന് പറയാം. വാ. വേണ്ട വേണ്ട. എന്താ രാജ വേണ്ടാത്തത്? എന്തായാലും കുറച്ചു കഴിയുമ്പോ നമ്മൾ കല്യാണം കഴിക്കാൻ പോവല്ലേ? നമ്മുടെ കാര്യം എല്ലാരും അറിയണല്ലോ. ആദ്യം റിമോട്ട് ഇങ്ങ് തന്നെ. ആദ്യം എന്റെ കഴുത്തിൽ താലി കെട്ടു. ആ അതിങ്ങോട്ട് തന്നെ. താലി കെട്ട്. തരാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് എടുക്ക്. ഇങ്ങോട്ട് തരാൻ. വിട് രാജ. തരാനല്ലേ പറഞ്ഞേ? റിമോട്ട് തരാൻ. തരാൻ. ഇല്ല, എന്റെ കഴുത്ത് താലി കെട്ടാണ് ഞാൻ തരും. എന്റെ കഴുത്ത് താലി കെട്ടിയ അപ്പൊ ഞാൻ റിമോട്ട് തരും. കുറുമ്പൻ. ഏട്ടാ, ചന്ദ്രശേഖർ. അബി, അവൻ ഭക്ഷണത്തിന് വേണ്ടി വന്നതല്ല, വേഷം കെട്ടി വന്ന ചന്ദ്രശേഖരനാണ്. നിക്കോ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ വേഷം മാറി എന്റെ വീട്ടിലേക്ക് വരാൻ? നിന്നെ നിക്കേ. ഒരടി മുന്നോട്ട് വച്ചാൽ നീ ചത്തുപോകും. എന്റെ ശരീരത്തിൽ ബോംബുണ്ട്. വേണ്ട. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ ഇതിൽ അമർത്തും. ചന്ദ്രശേഖർ വേണ്ട, നീ വലിയ മണ്ടത്തനാ കാണിക്കുന്നേ. മുമ്പോട്ട് വരരുത്. റിമോട്ട് അമർത്തിയാലേ എല്ലാവരും മരിക്കും. പോ, പുറകോട്ട് പോ. മഹാഭാവി, എന്നെ കല്യാണം കഴിക്കാൻ വന്നാന്ന് വിചാരിച്ചപ്പോ ഇവിടെ എല്ലാരെയും കൊല്ലാൻ വേണ്ടി വന്നതാണല്ലേ? ഇളയമ്മ അങ്ങോട്ട് മാറി നിൽക്കാൻ. അടുത്തേക്ക് വരരുത്. ഏട്ടാ, സൂക്ഷിച്ച്. അടുത്ത് വന്നാൽ ഞാൻ ഇത് അമർത്തും. മാറി നിൽക്കാനാ പറഞ്ഞ. അയ്യോ, ബോംബ്. നോ, ചന്ദ്രശേഖർ വേണ്ട. മുന്നോട്ട് വരരുത്. അബി, അബി, പുറകോട്ട് വരരുത്. മാറ്. ചന്ദ്രശേഖർ വേണ്ടെന്നാ പറഞ്ഞ. നോ, ചന്ദ്രശേഖർ. അബി സൂക്ഷിക്ക്. ചന്ദ്രശേഖർ നിൽക്കാൻ. അടുത്തേക്ക് വരരുത്. നിന്ന സ്ഥലത്ത് തന്നെ എല്ലാവരും നിന്നോളണം. അടുത്തേക്ക് വരരുത്. ചന്ദ്രശേഖര, വരരുത്. ചന്ദ്രശേഖർ വേണ്ട. ചേട്ടാ, അയ്യോ. ചന്ദ്രശേഖർ വേണ്ട. മര്യാദയ്ക്ക് റിമോട്ട് ഇതാ. ബോംബ് പൊട്ടിക്കാനാണ് ഞാനിത് കൊണ്ടുവന്നത്. നിങ്ങളെ എല്ലാവരെയും മുകളിലേക്ക് പറഞ്ഞയക്കാനാണ് ഞാൻ വന്നത്. എന്താ ഇത്? എടോ ചന്ദ്രശേഖര, താൻ എന്താണോ ഈ ചെയ്യുന്നത്? ചന്ദ്രശേഖര, മര്യാദയ്ക്ക് നീ കീഴടങ്ങിക്കോ. അബദ്ധമൊന്നും കാണിക്കരുത്. വേണ്ട അടുത്തേക്ക് ചന്ദ്രശേഖർ. വരരുത്. വരരുതെന്നാ പറഞ്ഞത്. വേണ്ട. ചന്ദ്രശേഖർ വേണ്ട. വേണ്ട ചന്ദ്രശേഖര, വേണ്ട. ഏട്ടാ, അടുത്തോട്ട് വരരുത്. എന്റെ ചേച്ചിയെ കൊന്നിട്ട് ചേച്ചിയുടെ മക്കളെ കഴിവില്ലാത്തവരാക്കി മാറ്റി ആ സ്വത്ത് മുഴുവനും എനിക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചു. നിങ്ങൾ രണ്ടുപേരും വന്ന് എന്റെ ആ പദ്ധതി ഇല്ലാതാക്കി എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അതിനു വേണ്ടിയിട്ടാ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വന്നത്. ചന്ദ്രശേഖർ, നീ തെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നിനക്ക് ശിക്ഷ കിട്ടിയത്. എന്നെ സംബന്ധിച്ച് നീയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിനക്കും നിന്റെ കുടുംബത്തിനും ഞാൻ ശിക്ഷ നൽകുന്നു. നിന്റെ പ്രതികാരം ഞങ്ങളോടല്ലേ? മറ്റുള്ളവരോട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? വെറുതെ വിട്ടേക്ക്. സാധ്യമല്ല. എന്നോടൊപ്പം തന്നെ ഇവിടെയുള്ള എല്ലാവരും ചാവണം. ചന്ദ്രശേഖർ, നീ തെറ്റുകൾക്ക് പുറമെ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തോണ്ടിരിക്കണം. വിട് ആ റിമോട്ട് ഇതാ. അബി, ഇനിയെങ്കിലും സ്വയം മാറാൻ നോക്ക്. ഞാൻ മാറിയാൽ എന്റെ സ്വത്ത് നിങ്ങൾ തിരിച്ചു തരുമോ? അത് നിന്റെ സ്വത്തല്ല, അത് സുമിത്ര മാഡത്തിന്റെ കഠിനാധ്വാനം കൊണ്ടുണ്ടായതാ. നിങ്ങളുടെ കഠിനാധ്വാനമല്ലല്ലോ. എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്? എടോ, താൻ തെറ്റ് ചെയ്തു, അതുകൊണ്ടാ. വീണ്ടും തെറ്റ് ആവർത്തിക്കുക. ഇതിനുള്ള മറുപടി മുകളിൽ പോയി എല്ലാവർക്കും സംസാരിക്കാം. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. ചന്ദ്രശേഖര, വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. ചന്ദ്രശേഖര, വേണ്ട. അയ്യോ,
അമർത്താൻ പോവുകയാ. ചന്ദ്രശേഖർ വേണ്ട, ഞാൻ ഞാൻ പറയുന്നത് ഈ ബട്ടൺ അമർത്താൻ പോവുകയാ. എന്നോടൊപ്പം എല്ലാവരും നിങ്ങൾ മരിക്കണം. പുറകോട്ട് മാറിക്ക്. അയ്യോ അയ്യോ ചന്ദ്രശേഖര ആ റിമോട്ട് ഇങ്ങോട്ട് തരാൻ. ചന്ദ്രശേഖർ നോ 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 പ്ലീസ്. അബി ചന്ദ്രശേഖർ വേണ്ട. ചന്ദ്രശേഖര അടുത്ത് വരരുത്. വേണ്ട. അയ്യോ ചന്ദ്രശേഖർ വേണ്ട. ചന്ദ്രശേഖർ, എടോ താൻ എന്താ ഈ ചെയ്യുന്നേ? വരരുത്. ചന്ദ്രശേഖർ, ചന്ദ്രശേഖർ വേണ്ട. എടാ അവന്റെ അടുത്തേക്ക് വരില്ല, മാറിക്ക്. എല്ലാവരെയും കൊല്ലും. ഏട്ടാ വേഗം പോലീസിനെ വിളിക്ക്. ഹലോ എസ് ഐ സാർ, പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. ഇടാനില്ല പറഞ്ഞത്. അഭി സൂക്ഷിച്ചു. ഏയ് തന്നെ കോൺസ്റ്റബിൾ, ഇവനെ പിടിക്കുക. പിടിക്കവനെ സാർ കൊണ്ടുപോ. വിടടാ എന്നെ. ഇവനെ ഞാൻ അന്വേഷിച്ചു നടക്കുകയായിരുന്നവരാ. ഇവനെ കൂട്ടിക്കൊണ്ടുപോയി എൻകൗണ്ടർ ചെയ്തേക്കാം. വേണ്ട സാർ, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാ മതി. അവൻ ചെയ്ത തെറ്റിന് പശ്ചാത്തപിച്ച് ഓരോ ദിവസവും ജീവിക്കണം. ഇതാ സാർ കൊണ്ടുപോവാനെ. വേഗം കൊണ്ടുപോ സാർ. എടാ അബി, നിന്നെ ഞാൻ വിടില്ലടാ. ഞാൻ തിരികെ വരും. അന്ന് നിന്റെ അവസാനമാ. പോടാ. പോടാ. ഈ പാർവതി പരമേശ്വരന്മാരാ നമ്മളെ എല്ലാവരെയും രക്ഷിച്ചത്. ചെയ്ത പൂജയൊന്നും പാഴായി പോയില്ല. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. എന്തു പറ്റി വസുന്ധര? കുറച്ചു നേരം ഞാൻ ഇങ്ങനെ തന്നെ നിന്നോട്ടേട്ടാ. എനിക്ക് മനസ്സിലായി. ഇത്രയും നേരം താൻ അനുഭവിച്ച ടെൻഷനെല്ലാം അവസാനിച്ചു അല്ലേ? അതെ ഏട്ടാ, ആ പാർവതി ദേവിയുടെ തപസ് കണ്ട് ശിവൻ പ്രസന്നനായി തന്റെ പ്രണയം സഫലമായതുപോലെ ഏട്ടൻ ഈ ശിവരാത്രി ദിവസം എന്റെ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തന്നു. എന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചു. അതെൻ്റെ കടമയാണ് വസുന്ധര. ഞാനുള്ളപ്പോൾ തന്നെ അങ്ങനെ തലകുനിക്കാൻ സമ്മതിക്കൂ? ഏട്ടൻ ഇന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനിന്ന് അപമാനിക്കപ്പെട്ടേനെ. ഏട്ടനാ എന്നെ രക്ഷിച്ചത്. ഇന്ന് മാത്രമല്ല, എന്നും തന്നെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. തന്നെ വഴക്ക് കേൾപ്പിക്കില്ല. സീതാരാമനെന്നും ലക്ഷ്മി നാരായണനെന്നും ഭാര്യയുടെ പേര് മുന്നിൽ വെച്ചിട്ട് പിന്നെയാണ് ഭർത്താവിന്റെ പേര് പറയുന്നത്. പക്ഷെ ശിവന്റെ കാര്യത്തിൽ മാത്രമാണ് ശിവന്റെ പേര് മുന്നിൽ വെച്ചിട്ട് പാർവതിയുടെ പേര് പിന്നിൽ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ആ ശിവനില്ലായിരുന്നുവെങ്കിൽ പാർവതി ഉണ്ടാകില്ലായിരുന്നു. ഏട്ടനില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇല്ലായിരുന്നു. ഇല്ല വസു, പാർവതി ശിവന്റെ വാമഭാഗമാണെങ്കിൽ താൻ എൻ്റെ എല്ലാമാണ്. തനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അത് മതിയാവില്ല. ആഭരണത്തിന്റെ കാര്യത്തിൽ ഏട്ടൻ എന്നെ ഒരുപാട് സഹായിച്ചു. ഈ കുടുംബത്തിലെ അംഗമായ സുമംഗലി ഇളയമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാർത്തികയ്ക്കും ഇതിൽ പങ്കുണ്ടേട്ടാ. ഇളയമ്മയെ കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ടാ മുതിർന്നയാളെന്ന് പോലും നോക്കാതെ വാർണിംഗ് കൊടുത്തത്. കാർത്തിക പ്രഗ്നന്റ് ആയതുകൊണ്ടാ അവളെ ഞാനൊന്ന് ഉപദേശിച്ചു വിട്ടത്. അങ്ങോട്ട് പോകുന്തോറും താൻ ഇനി എന്തെല്ലാം വെല്ലുവിളികൾ കാണാൻ കിടക്കുന്നു. ഏട്ടനുള്ളപ്പോ എനിക്ക് എന്തിനാ പേടി? ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു കാര്യവും താൻ എൻ്റെ അടുത്ത് നിന്ന് മറയ്ക്കാൻ ശ്രമിക്കരുത്. ആവശ്യമില്ലാതെ ഇത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്നതല്ലേ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നേരം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇനി ഞാൻ ഒരു കാര്യവും മറച്ചു വെക്കില്ല ഏട്ടാ.
ഇങ്ങനെ തന്നെ പറയും, പക്ഷെ വീണ്ടും അത് തന്നെ ആവർത്തിക്കും. ഇനി ഞാൻ മറച്ചു വെക്കില്ലെന്ന് പറഞ്ഞില്ലേ ഏട്ടാ? പറഞ്ഞ വാക്ക് പാലിക്കുമല്ലോ അല്ലേ? ഞാൻ ശ്രമിച്ചു നോക്കാം. അതൊക്കെ പോട്ടെ, ആ ചന്ദ്രശേഖർ നമ്മുടെ വീട്ടിൽ വന്ന് വേഷം മാറി ഇങ്ങനെയൊക്കെ ചെയ്തത് കണ്ടില്ലേ? ഇന്നത്തോടെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി തനിക്ക് സമാധാനമായിട്ടിരിക്കാം. എന്ത് സമാധാനം ഉള്ളത്? എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലയ്ക്കാ വരുന്നത്. അതൊക്കെ വരട്ടുന്നേ. പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ട് പോകുമ്പോഴേ അതിലൊരു ചലഞ്ചുള്ളൂ. പ്രോബ്ലംസ് വരുന്നത് തന്നെ നമ്മുടെ പവർ കൂട്ടാൻ വേണ്ടിയാ. മനസ്സിലായോ? ഏട്ടനുള്ള ധൈര്യം എനിക്കും ഉണ്ടാവണ്ടേ? ഇയാൾക്ക് ധൈര്യമില്ലെന്ന് ആരാ പറഞ്ഞേ? താനേ എന്നെ കാണും ധൈര്യശാലിയാ. അതൊന്നും അല്ല, ഏട്ടനാ എന്റെ ധൈര്യവും ബലവും. വൺസ് അഗൈൻ താങ്ക് യു ഏട്ടാ. എന്തിനാ ഇത് ചെയ്തത് രാജ? ഞാൻ നിങ്ങളിലൂടെ ഒരു ജീവിതം കൊതിച്ചു, നിങ്ങളുടെ ഭാര്യയാവാൻ കൊതിച്ചു. നമ്മള് കല്യാണം കഴിച്ച് സന്തോഷായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ കല്യാണം കൈലാസത്തിൽ വെച്ച് നടക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. എന്നെയും ചേർത്ത് എല്ലാരെയും കൊന്നുകളയാൻ വിചാരിച്ചില്ലേ രാജ? അതിന്റെ കൂടെ നിങ്ങളും ബലിയാടാവില്ലേ രാജ? എന്നാ ആന്റി കണ്ണുനീര് പൊഴിക്കുന്നത്? ഓൺലൈൻ ഗെയിമില് തോറ്റുപോയോ? കണ്ണിലെന്തെങ്കിലും പൊടി പോയോ കുഞ്ഞമ്മേ? എന്റെ ട്രാജഡി നിങ്ങൾക്കൊക്കെ കോമഡി ആണല്ലേടി? ആന്റിക്ക് എന്ത് ട്രാജഡി സംഭവിക്കാനാ? ഇത് അമ്മേ, ഈ കൊലയാളിയുടെ ഫോട്ടോ എന്തിനാ കുഞ്ഞമ്മ ഫോണിൽ വെച്ചിരിക്കുന്നേ? ഇയാള് കൊലയാളിയൊന്നല്ല, എന്റെ കാമുകനാ. ആ ചന്ദ്രശേഖരൻ നിങ്ങളുടെ കാമുകനോ? ആന്റി എന്തായി പറയുന്നേ? ഇനി ഞാൻ നിങ്ങളോട് സത്യം പറയാം. ഞാനും ചന്ദ്രശേഖരനും പ്രണയത്തിലാണ്. ഇന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതാ. എന്റെ കുഞ്ഞമ്മേ, ഈ വയസ്സിൽ നിങ്ങൾക്ക് എന്തിനാ കല്യാണം? കല്യാണത്തിന് എന്തോ പ്രായോ? ചന്ദ്രശേഖരൻ എങ്ങനെ നിങ്ങളുടെ കാമുകനായി? അയാൾ ഒരു ക്രിമിനലാ. അത് അറിഞ്ഞിട്ടും എങ്ങനെ പ്രണയിക്കാൻ കഴിഞ്ഞു? പ്രേമിക്കുമ്പോ നല്ലതോ ചീത്തോ എന്നൊക്കെ നോക്കുവോ? അതൊന്നും പ്രേമത്തിന് തടസ്സമല്ല. ചന്ദ്രശേഖർ എന്റെ മനസ്സിനെ കവർന്നെടുത്തു. ഞാനും എന്റെ മനസ്സ് സമർപ്പിച്ചു. ഇപ്പൊ എന്റെ രാജ എന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുക. ഇപ്പൊ അവിടെ തനിച്ച് എന്ത് ചെയ്യുന്നോ എന്തോ. ഇപ്പൊ പോലീസ് എൻകൗണ്ടർ ചെയ്തു കാണും. എന്ത് എൻകൗണ്ടറോ? പിന്നല്ലാതെ. അതുപോലൊരു കൊലയാളിയെ അവര് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ രാജ മരിച്ച പിന്നെ എനിക്കൊരു ജീവിതമല്ല. ഞാൻ അദ്ദേഹത്തോടൊപ്പം കഴിയാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ഇതിനെയാണ് ഭ്രാന്ത് വെളിവ് കേടെന്നൊക്കെ പറയുന്നേ. നിങ്ങളെ ഭ്രാന്ത് ആശുപത്രി കൊണ്ടുപോയി കെട്ടിയിടണം. നിന്നടി അയക്കേണ്ടത്. നീയും നിന്റെ മോനും വലിയ കള്ളന്മാരാ. ഇത് പറയുന്ന ആളത്ര മോശമൊന്നും അല്ലല്ലോ. കാർത്തിക ആഭരണം മോഷ്ടിച്ചു, അതിന്റെ പാതി നിങ്ങൾ എടുത്തില്ലായിരുന്നോ? ഞാൻ മോഷ്ടിച്ച ആഭരണങ്ങൾ നീ മോഷ്ടിച്ചില്ലേടി? പൂജയ്ക്ക് വെച്ചിരുന്ന വെള്ളിപ്പാത്രങ്ങൾ മൊത്തം അടിച്ചു മാറ്റിയില്ലേ? നിന്റെ മോനാണെങ്കി വില കൂടി നെക്ലേസ് അടിച്ചോണ്ട് പോയത്. അവൻ കാരണ ഇതൊക്കെ നടന്നത്. അപ്പോ എല്ലാം എന്റെ മോൻ മാത്രമാണോ ചെയ്തത്? നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലേ? ഒന്ന് നിർത്ത്. തെറ്റെല്ലാം ആന്റിയുടേതാണ്. എന്റെ അടുത്ത് വച്ചിരുന്ന ആഭരണം ആന്റി എടുത്തത് കൊണ്ടാ ഇതെല്ലാം സംഭവിച്ചത്. ആവശ്യമില്ലാതെ എല്ലാവരും കുടുങ്ങി. കിട്ടു നമ്മുടെ ആഭരണം മോഷ്ടിക്കാതിരുന്നെങ്കിൽ നമ്മൾ ആരും കുടുങ്ങില്ലായിരുന്നു. ഓ പിന്നെ, നിങ്ങൾ കാർത്തികയുടെ ഒന്ന് മാല മോഷ്ടിച്ചു, കിട്ടു നിങ്ങൾ എടുക്കുന്ന നെക്ലേസ് എടുത്തു. വീണ്ടും വീണ്ടും ആ കാര്യം തന്നെ പറയുന്ന എന്തിനാ? ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഒരാൾ അറിയാതെ മറ്റൊരാൾ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ചേർക്കുവാണോ? നിന്റെ ഞങ്ങക്ക്, നിന്റെ ജോലി നിനക്ക്, ഞങ്ങളെ ജോലി ഞങ്ങക്ക്.
നിനക്ക് വെള്ളി ആഭരണങ്ങളുടെ ബുദ്ധി, ഞങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങളുടെ ബുദ്ധി. അതെ അതെ, ഈ കാര്യം ഞാൻ അഭിചേട്ടനോട് പോയി പറഞ്ഞാലേ നിങ്ങളുടെ കുരുട്ട് ബുദ്ധിക്ക് നല്ലൊരു മറുപടി കിട്ടും. പോയി പറഞ്ഞു കൊടുക്ക്. ഞാനും കിട്ടുവിനെ കുറിച്ച് അവനോട് പോയി പറയാം. നിങ്ങൾ വഴക്ക് കൂടാതെ. കിട്ടുവിനെ പറ്റി അഭിയേട്ടൻ അറിഞ്ഞതുകൊണ്ടാണ് വസുവേട്ടത്തോട് പറഞ്ഞത്. നമ്മൾ എപ്പോഴും ഒന്നിച്ചായിരിക്കണം. വഴക്ക് കൂടാൻ പാടില്ല. കൈ കൊടുക്ക്. പറഞ്ഞത് കേട്ടില്ലേ? എന്തിനാ ചാനൽ മാറ്റിയേ? റിമോട്ട് താ. തരാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയെ കാണൂ. മര്യാദയ്ക്ക് റിമോട്ട് തരുന്നുണ്ടോ ഇല്ലയോ? എന്താ നീ എന്നെ പേടിപ്പിക്കുകയാണോ? ഇതിലൊന്നും ഞാൻ പേടിക്കില്ല. എന്റെ ഉണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നല്ലത് തന്നേനെ. അവനെന്താ തലയിൽ കൊമ്പുണ്ടോ? എന്താ നിന്റെ തലയിൽ കൊമ്പുണ്ടോ? ആദ്യം റിമോട്ട് താ. തരില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു നോക്ക്. അമ്മേ, അമ്മേ. എന്താനു? നോക്കമ്മേ, ഇവ റിമോട്ട് പിടിച്ചു വാങ്ങിയിട്ട് ചാനൽ മാറ്റി. റിമോട്ട് തരാൻ പറഞ്ഞിട്ട് തരുന്നില്ല അമ്മേ. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവോ? ഉണ്ണിച്ചേട്ടൻ എന്താ കൊമ്പുണ്ടോന്ന് ചോദിച്ചു. എടി എടി എടി, മൊട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് കള്ളം പറഞ്ഞ് തള്ളുവാണോ? ഞങ്ങൾ കള്ളൊന്നുമല്ല പറഞ്ഞത്. ഇവൻ ഉണ്ണിച്ചേട്ടനെ വെറുതെ കുറ്റം പറഞ്ഞു. നിങ്ങളെക്കാളും പ്രായത്തിന് മൂത്തതല്ലേ അവൻ, എന്നിട്ട് അവൻ ഇവനൊക്കെ വിളിക്കുന്നോ? ദേ ചേച്ചി, രണ്ടുപേർക്ക് നല്ലത് കൊടുക്കാതെ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുവാ? അവര് TV കണ്ടോണ്ടിരുന്നപ്പോ കിട്ടു വന്ന് റിമോട്ട് പിടിച്ചു വാങ്ങി. അത് ശരിയല്ലല്ലോ ദമയന്തി. അത് ശരിയാ ചേച്ചി, എന്തൊക്കെയായാലും ഞങ്ങൾ കുഗ്രാമത്തിൽ വന്നതല്ലേ, ഞങ്ങൾ എന്ത് ചെയ്താലും തെറ്റായിട്ടേ തോന്നും. എണീക്കട കരുതേ. യോഗ്യത ഇല്ലാത്തവർക്ക് ടിവിയും സോഫയൊക്കെ എന്തിനാ? പോയൊരു മൂലയിൽ പോയിരിക്കേ. എന്തു പറ്റി ദമയന്തി? എന്തു പറയാനാ വല്യമ്മേ? എന്റെ കെട്ടിയവനെ ഇട്ടിട്ട് പോയില്ലായിരുന്നെങ്കിലേ ഞങ്ങൾക്ക് ഇങ്ങനൊരു ഗതി വരുമായിരുന്നോ? ഒന്നുമില്ലാതെ വന്ന് കേറിയവരല്ലേ ഞങ്ങള്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അപമാനിക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചത് ദമയന്തി? നിങ്ങൾ ആരാ അപമാനിച്ചത്? വസു ചേച്ചിയും ഈ കുട്ടികളും. എന്റെ മോൻ സന്തോഷത്തോടെ TV കണ്ടോണ്ടിരിക്കുമ്പോഴേ എണീറ്റ് മാറടാന്നൊക്കെ പറയോ? അവനങ്ങനെ പറയില്ല ദമയന്തി. ശരിയാ ചേച്ചി, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സഹോദരിയുടെ ഭാഗമല്ലേ നിൽക്കൂ. എന്നോട് ആർക്കും ഒരു സ്നേഹവും ഇല്ല. എന്താ തമ്മേന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുട്ടികൾ തമ്മിലുള്ള വഴക്ക് ഇങ്ങനെ വലുതാക്കാൻ നിൽക്കരുത്. മുതിർന്നവരും വന്ന് വഴക്കുണ്ടാക്കുന്നല്ലോ ചേട്ടാ. വസു ആവശ്യമില്ലാതെ ആരോടും ദേഷ്യപ്പെടില്ല ദമയന്തി. കാര്യം മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കരുത്. നീ ഇവിടെ താമസിക്കുന്നില്ല, ആർക്കും ഒരു എതിർപ്പുമില്ല ദമയന്തി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കണം, അല്ലാതെ ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. അയ്യോ, അഭിചേട്ടനോട് തർക്കിക്കാൻ നിന്നാലേ എന്നെ അവനെ ഈ വീട്ടിൽ നിന്ന് ഉറപ്പായും പറഞ്ഞു വിടും. അതും ശരിയാ ബേട്ടാ, അഡ്ജസ്റ്റ് ചെയ്ത പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴിയില്ലല്ലോ. ഇവള് വീട്ടിൽ എന്തോ പ്രശ്നം തുടങ്ങിയിരിക്കുക. വസുവേട്ടത്തിയെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഉണ്ട് ആന്റി. അവള് നമ്മളെ ടാർഗറ്റ് ചെയ്യാതിരുന്നാ മതിയായിരുന്നു. ഭാവനെ, ഭക്ഷണം റെഡിയായോ? ആയിട്ടുണ്ടമ്മേ. വാ, എല്ലാവർക്കും കഴിക്കാം. കാർത്തിക, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? വീൽ ചെയർ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നെന്നെ അങ്ങോട്ട് കൊണ്ടുപോയേ. വീൽ ചെയറിൽ എന്താ ചെയ്തത്? ഇതുവരെ അതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ എന്ത് ചെയ്തു കാർത്തിക? വീല് സ്റ്റക്കായെന്ന് തോന്നുന്നേ. അത് ശരിയാ, നിങ്ങളുടെ കാല് സ്റ്റക്കായി പോയി. ഇപ്പൊ ഇതിന്റെ വീൽസും അനങ്ങുന്നില്ല.